ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ലെവൽസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു എൻട്രി കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നിഫ്റ്റിയിൽ എൻട്രി എടുത്തേക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു പുട്ട് എൻട്രിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, ഈ ഒരു ലെവലിൽ നിന്ന് പുട്ട് എൻട്രി എടുത്തു. ഓക്കെ, നല്ലൊരു എൻട്രി ആയിരുന്നു. നമുക്ക് ടാർഗറ്റ് കാര്യങ്ങളൊക്കെ നല്ലപോലെ അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വന്നേക്കുന്നത് ഏതാണ്? ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലത്തെ നമ്മുടെ ലെവൽസ് ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല. അപ്പം നമുക്ക് ഇന്നും ആ സെയിം ലെവൽസ് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ നാളത്തേക്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്ന് ആ ഒരു ഇന്നലെ പ്രീവിയസ് ഡേ ഹൈ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിഫ്റ്റിയിൽ സ്റ്റിൽ ഐ എം ബുള്ളിഷാണ്. ഞാൻ നിഫ്റ്റിയിൽ സ്റ്റിൽ ബുള്ളിഷാണ്. പിന്നെ ഞാൻ ഇന്ന് പി എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു എൻട്രി സെറ്റപ്പ്, അതായത് ലിക്വിഡിറ്റി സ്വീപ്പിന് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു എൻട്രി സെറ്റപ്പ് കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് നമുക്കിന്ന് ഒരു പിയിൽ എൻട്രി കിട്ടിയത്. ഓക്കെ, സി സൈഡ് നമുക്കിന്ന് എൻട്രി ആക്ച്വലി ഇല്ലായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് US ഫെഡ് മീറ്റിങ്ങിൻ്റെ ഇതുണ്ട്. അപ്പം ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നാളത്തെ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. നാളത്തെ ഗ്യാപ്പ് ഡൗൺ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് നാളത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് നാളത്തേക്ക് നിഫ്റ്റി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തേക്ക് നമുക്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ലെവൽസ്, അപ്പം ഇത് ആക്ച്വലി ഇന്ന് സീപ്പായല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇനിയും നാളത്തേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നാളത്തേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമുക്ക് ഇന്നത്തെ ഒരു ഹൈ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് ഞാൻ റെഡിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് 24,984 ആണ്. 24,984. പിന്നെ നമുക്ക് ഇന്നത്തെ ലോ വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ലോ വേണോ എന്ന് കൺസിഡർ ചെയ്യാം. ഒരു കൗണ്ടർ ട്രേഡ് പോലെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, കൗണ്ടർ ട്രേഡ് പോലെ ഒന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് 30 മിനിറ്റ്സിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് സ്റ്റിൽ ഒരു ബ്രേക്ക് ഔട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ കാര്യങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. നോക്കിയേ, മാർക്കറ്റിൽ ആ ഒരു ട്രെൻഡ് ലൈൻ കാര്യങ്ങൾ ഞാൻ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിൽ നാളത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങൾ. ഓക്കെ, നിഫ്റ്റിയിൽ അപ്പോൾ നമുക്ക് ഇത്രയും ലെവൽസേ ഉള്ളൂ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. ഓക്കെ, നിഫ്റ്റിയിൽ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെവൽസ്. പിന്നെ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ഇന്നത്തെ ലെവൽസ് ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല. ഞാൻ പറയാം, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രീവിയസ് ഞാൻ പറയാം ഈ ഒരു ദിവസം കണ്ടോ, ഫ്രൈഡേ 12 ആ ഒരു ദിവസം തൊട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഡൗൺ സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ നല്ലൊരു ഡൗൺ സൈഡിലോട്ട് ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടത്തിയപ്പോഴത്തേ, അതായത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടത്തിയപ്പോഴത്തേക്കും നല്ലൊരു ഡൗൺ സൈഡ് വന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു സിനാരിയോ ആണ് ഇപ്പോഴും നടക്കുന്നത്. ഓക്കെ, ഇപ്പോഴും നടക്കുന്നത് ആ ഒരു സിനാരിയോ ആണ് കേട്ടോ. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടത്തുമ്പോഴത്തേക്കിന് ഏത് സൈഡാണ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് നാളത്തേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ജസ്റ്റ് ഒരു കൗണ്ടർ ട്രേഡ് പോലെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ 2 ലെവൽസും കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ 2 ലെവൽസും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ പോലെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇതൊരു സൈഡ് ട്രെൻഡ് ലൈനായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് നാളത്തേക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാം. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആ ഒരു ഏരിയ വെച്ചുകൊണ്ട് ഞാൻ ട്രേഡ് എടുക്കാറില്ല. ഞാൻ ലിക്വിഡിറ്റി കോൺസെപ്റ്റിലാണ് ഞാൻ നോക്കുന്നത്. ലിക്വിഡിറ്റി കോൺസെപ്റ്റിൽ ഉള്ള ട്രേഡ്സ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നാളത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് നാളത്തേക്ക് നമുക്ക് ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഓക്കെ, നാളെ മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്നാൽ ഞാൻ നാളത്തെ ട്രേഡ്സ് കാര്യങ്ങൾ പറഞ്ഞല്ലേ. അപ്പോൾ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കും. ഇപ്പം ആ ഒരു ലെവൽസ് നോക്കിയിട്ട് ഇവിടുന്ന് ചിലപ്പോൾ ഒരു കോൾ എൻട്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഞാനൊരു കോൾ എൻട്രി ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, കോൾ ഓപ്ഷൻ ബൈ ആയിരിക്കും എടുക്കുന്നത്. നാളെ പിന്നെ നിഫ്റ്റിയിൽ ഒരു എക്സ്പയറിങ് ഇടല്ലേ. ഓക്കെ, അപ്പോൾ അതനുസരിച്ചായിരിക്കും. പിന്നെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഞാനൊരു ഒരു അപ്പ് സൈഡിലോട്ടൊരു എൻട്രി ആയിരിക്കും ഞാൻ നോക്കുന്നത്. ഓക്കെ, കോൾ എൻട്രി. പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല, ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ആവുന്നത് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
അപ്പോൾ ഈ ഒരു റേഞ്ചിന് ബ്രേക്ക് ഔട്ട് നോക്കുമ്പോഴത്തേക്കിന് ഏത് സൈഡിലോട്ടാണ് ബ്രേക്ക് ഔട്ട് ആ ഒരു സൈഡിലോട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇതപ്പോൾ ഒരു ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ നാളത്തേക്കുള്ള ലെവൽസ് ഇത്രയാണ്. അപ്പം നാളത്തേക്ക് ഞാൻ ലൈവ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നാളത്തെ ലൈവ് ട്രേഡ് കാര്യങ്ങളെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ലൈവ് ട്രേഡ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് നിഫ്റ്റിയിലൊരു 15,000 നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.